കയ്യിലിരിക്കട്ടെ എന്ന ലാഘവ ബുദ്ധിയോടുകൂടി എന്നാൽ പിന്നെ ഒരു UAPA കൊടുത്തു കളയാം എന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്തതല്ല. വളരെ ബോധപൂർവം രാഷ്ട്രീയ പ്രതിയോഗിയാണ് ശ്രീ ജയരാജൻ എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഘടനാ ശക്തിയും തകർക്കുവാനായി ഇതുപോലെ കരിനിയമവും പൗരാവകാശവും ലംഘനം നടത്തിയാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന ബോധം ഒന്ന് തിരിച്ചറിവ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. സംസ്ഥാന ഗവൺമെൻറ്റാണ് ഈ UAPA ഈ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ചുമത്തിയത്. യാദൃശ്ചികമായിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ബുദ്ധി തെളിഞ്ഞൊന്നുമല്ല. ഇതൊരു നയപരമായ പ്രശ്നമാണ്. തീർച്ചയായിട്ടും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പും അന്വേഷണത്തെ നിയന്ത്രിക്കുന്ന പോലീസ് മേധാവികളും തമ്മിൽ കൂടിയാലോചിച്ച ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ പെടുത്തുകയുള്ളൂ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇത് വളരെ ലാഘവത്തോടു കൂടി അങ്ങ് പോയപ്പോൾ കിട്ടിയതാണ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നൊരു സമയം എടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. രണ്ടാമതായി ഈ വിഷയത്തെ ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടാവുന്ന പ്രാഥമിക നീതി മുഴുവൻ നിഷേധിക്കപ്പെട്ടു. ശ്രീ VV രാജേഷ് സൂചിപ്പിച്ച ഒരു കാര്യത്തിലൂടെ മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ ആക്ച്വൽ എക്സിക്യൂഷൻ, അതായത് ഇത് യഥാർത്ഥത്തിൽ നടപ്പാക്കിയ ആളുകൾ അവരാണ് ഈ കൊലപാതകത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ. അതിനുശേഷം ഗൂഢാലോചന അന്വേഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ശരി തന്നെ. രാജേഷ് പറയുന്ന വാദം ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത് നടപ്പാക്കിയ ആളുകളുണ്ടല്ലോ, ഒരു യജമാനൻ്റെ ആജ്ഞ അനുസരിച്ച് പോയി നടപ്പാക്കിയെന്ന് പറയുന്ന ഗൂഢാലോചന നടത്തുന്ന യജമാനാണല്ലോ. ആ നടപ്പാക്കിയെന്ന് പറഞ്ഞ ആൾക്ക് ആരുടെ ആജ്ഞ അനുസരിച്ചാണ് ഞങ്ങൾ ചെയ്തത് എന്ന് വ്യക്തമായ തെളിവ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മേൽ കൊടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ പിന്നീട് എങ്ങനെയാണ് ഗൂഢാലോചന കണ്ടെത്തുന്നത്? എവിടെ നിന്നുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒന്ന്. രണ്ട്, അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു ആനുകൂല്യം ശ്രീ ജയരാജന് നിയമപരമായിട്ട് കൊടുക്കേണ്ടതില്ലേ? ആ കൊടുക്കേണ്ടതും കിട്ടണം എന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നതും. ഇത് ശ്രീ രാജേഷിൻ്റെ പാർട്ടിക്കും ശ്രീ സുരേഷ് ബാബു സാറിൻ്റെ പാർട്ടിക്കും ഇപ്പോൾ VV രാജേഷിൻ്റെ പാർട്ടിക്കുമെല്ലാം ഇത് പൗരാവകാശ ലംഘനമാണ്, അടിയന്തരാവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അടിയന്തരാവസ്ഥയുടെ ചണചണനാദം നമ്മുടെ കാതിൻ്റെ അടുത്ത് മുഴങ്ങുന്നുണ്ട്. ആ മുഴങ്ങുന്ന ഒരു ശബ്ദമാണ് നമ്മൾ കേൾക്കേണ്ടത്. ഇതിനെ ഒരു പൗരാവകാശ ലംഘനം, മനുഷ്യാവകാശ ലംഘനം. സമയം അതിക്രമിക്കുകയാണ്. 30 സെക്കൻഡിൽ ചർച്ച അവസാനിപ്പിക്കണം. VV രാജേഷിലേക്ക് 15 സെക്കൻഡ് വരാം. VV രാജേഷ് 15 സെക്കൻഡിൽ. ഉദയഭാൻ സാർ, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി. അതായത് കോൺസ്പിറസിയുടെ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴേക്കും ജയരാജൻ കോൺസ്പിറസിയിൽ പങ്കെടുത്തതിൻ്റെ തെളിവ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടിയാ, ലയബിലിറ്റിയാ. അവർ ആ കുറ്റപത്രത്തിൽ പറയും. 15 സെക്കൻഡ്. ഈ നിയമം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ CPIM പറഞ്ഞിരുന്നു, ഇത് രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് നേരെ ദുരുപയോഗം ചെയ്യാനിടയുള്ള ഒരു നിയമമാണ്. അതുകൊണ്ട് ഈ കരിനിയമം, ഈ വ്യവസ്ഥക്കെതിരായിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നു. താങ്കൾ മനസ്സിലാക്കുക, സംജോത എക്സ്പ്രസ് സ്ഫോടനം, അജ്മീർ ഷെരീഫ് സ്ഫോടനം, മക്ക മസ്ജിദ് സ്ഫോടനം, ഇമാതിരി നിരവധി സ്ഫോടനങ്ങളിൽ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളെ പ്രതി ചേർത്ത് വർഷങ്ങളോളം ജയിലിലടച്ചു. പിന്നീട് തിരിച്ചറിഞ്ഞു ആ സ്ഫോടനം നടത്തിയത് RSSന്റെ പിൻബലത്തോടെ സംഘപരിവാർ ശക്തികളാണെന്ന്. UAPA നിയമം ദുരുപയോഗം ചെയ്യുന്ന സംഭവം നമ്മുടെ രാജ്യത്ത് വ്യാപകമാണ്. അത് ഒരു ഭാഗത്ത് മാത്രം ഇടപെടുകയാണ്. ദയവായി ക്ഷമിക്കുക. എന്തായാലും അടിയന്തരാവസ്ഥയുടെ ക്ഷണക്ഷണനാദം കാതുകളിൽ മുഴങ്ങുന്നു എന്ന അഡ്വക്കേറ്റ് ഉദയഭാനുവിൻ്റെ വാക്കുകളിൽ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ KK രാഗേഷ് MP, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ശ്രീ VV രാജേഷ്, അഡ്വക്കേറ്റ് ഉദയഭാനു. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.